ഒരു കേക്ക് ഓർഡർ വന്നതിന് ഒരു ചെറിയൊരു റീസൺ ഉണ്ട് കേട്ടോ. നമ്മളിത് പൊതുവേ നമ്മൾ ബേക്കേഴ്സിന് എങ്ങനെയാണ് ഓർഡർ ഇട്ടുക, നമ്മളെടുത്തുനിന്ന് ഓൾറെഡി വേറെ ആരെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ വഴിയോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കേക്ക് ഓർഡേഴ്സ് കേക്ക് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റ വഴിയോ മറ്റുള്ള ഫ്രണ്ട്സോ ഫാമിലീസോ, അതുപോലെ തന്നെ ഈ ഒരു കേക്കും വന്നിട്ടുള്ളത് ഒരുപാട് വളഞ്ഞിട്ടുള്ള ഒരു വഴിയിലോ കേട്ടോ. എൻ്റെ കോളേജ് മേറ്റ് കേക്ക് അധികം കൊണ്ടുപോകാറുണ്ട്. അവൾ വഴി വേറൊരാൾ വാങ്ങി, പിന്നെ അവർ വഴി വേറൊരാൾ വാങ്ങി, അവർ വഴി പിന്നെ ഒരാൾ വാങ്ങി, ലാസ്റ്റ് ഇവരുടെ അടുത്ത് എത്തി. കാരണം ഒരു 4-5 ആൾക്കാർ വഴി പോയി ലാസ്റ്റ് ഇവരും കൂടെ നമ്മുടെ കസ്റ്റമർ ആയിട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ നിന്നും പലർക്കും പല ഭാഗത്തോട്ടേക്കും ഫാമിലീസിലായിക്കോട്ടെ ഫ്രണ്ട്സ് വഴിയായിക്കോട്ടെ അവരുടെ ഓരോ റിലേഷൻസിലും നമ്മുടെ കേക്കിന് അവർ പരിചയപ്പെടുത്തി കൊടുക്കും. പിന്നെ അവർ വഴി വേറൊരാൾ, പിന്നെ അവർ വഴി വേറൊരാൾ, അങ്ങനെ ഇവർ അങ്ങനെ നമ്മുടെ കസ്റ്റമറായി മാറി. അപ്പം ഫസ്റ്റ് ഓർഡറാണ് കേട്ടോ ഇത്. അപ്പോൾ അവരുടെ സജഷൻ എന്ന് പറയുന്നത് ഹാർട്ട് ഷേപ്പിലോട്ടേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഹസ്ബൻഡിന് സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന കേക്കാണ്. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഒരു ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക ക്യൂട്ട്നെസ് ആണല്ലേ. അപ്പോൾ ഹാർട്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നതൊക്കെ നിങ്ങൾ നേരത്തെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. 4 നമ്മളൊരു പ്ലസ് എന്നുള്ള രീതിയിൽ ലൈൻസ് കൊടുത്തതിന് ശേഷം 2 സൈഡും മാത്രം കട്ട് ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത പീസിനെ മുകളിലോട്ട് വെച്ചിട്ട് സെക്കൻഡ് ഐസിങ്ങും ചെയ്തിട്ടുണ്ട്. അതായത് ആദ്യം ക്രം കോട്ട് ചെയ്യുക, എന്നിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായതിനു ശേഷം സെക്കൻഡ് ഐസിങ് ചെയ്യുക കേട്ടോ. ഞാനിത് രണ്ടും ഒരുമിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിതൊരു ക്രം കോട്ട് ചെയ്യാനുണ്ട്, ക്രംസ് മുകളിൽ ഇടാനുണ്ട്. അതായത് ഉള്ളിൽ നമ്മൾ കൊടുത്ത ഫ്ലേവർ എന്ന് പറയുന്നത് വൈറ്റ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ സ്പഞ്ച് വൈറ്റ് ആയിരിക്കും ഉണ്ടാവുക, അല്ലാതെ നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് അല്ല നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്പഞ്ച് നമ്മൾ കളർ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഒരുപാട് ഇതുപോലത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ വീഡിയോസ് ഇടാറുണ്ട്. അതായത് ഗ്രീൻ കളർ ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഗ്രാസിൻ്റെ ലുക്ക് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ കളർ ഇതുപോലെ മിക്സ് ചെയ്യാറുണ്ട്. പിന്നെ റെഡ് വെൽവെറ്റിൻ്റെ ഡിസൈൻ കൊടുക്കണം, ഒന്ന് റെഡ് വെൽവെറ്റ് കേക്ക് അല്ല എന്നുള്ള ആൾക്കാർക്ക് ഇതുപോലെ ചെയ്യാറുണ്ട്. ഗ്രീൻ കളറ്, ബ്ലൂ കളറ്, പർപ്പിൾ കളർ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറും നമുക്കിതുപോലെ സ്പഞ്ച് കളറൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ അരിപ്പയിലൂടെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ റെഡ് വെൽവെറ്റിൻ്റെ ആ ഒരു സ്പഞ്ച് വേണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഏത് സ്പഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ചോക്ലേറ്റ് സ്പഞ്ച് ആണെങ്കിൽ ചോക്ലേറ്റ് സ്പഞ്ച് ഇതുപോലെ ഡ്രൈ ആക്കിയിട്ട് കളർ ചേർക്കാതെ ഇതുപോലെ പൊടിച്ച് ചേർക്കുക. അങ്ങനെ പല വിധത്തിൽ നമ്മൾ ഓരോ വീഡിയോസിലും ഒരുപാട് ടിപ്സും ട്രിക്സും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ടിപ്സും ട്രിക്സും വീഡിയോസിൻ്റെ ഐഡിയാസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റും പിന്നെ ലൈക്ക് ചെയ്യാനും, പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഫോണിൻ്റെ സ്റ്റോറേജ് കൊണ്ട് തന്നെ ഫ്ലവേഴ്സ് ഫുള്ളായിട്ട് വരക്കുന്നത് എനിക്ക് വീഡിയോസിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. സെയിം മെത്തേഡിൽ ചെറിയ ഫ്ലവറും വലിയ ഫ്ലവറും ഒക്കെ നമ്മൾ വെക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറച്ച് സ്പേസ് വിടുന്നത് നമുക്ക് ഫ്ലവേഴ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ഈ ഒരു രീതിയിൽ മൊത്തത്തിൽ കൊടുത്തു. പിന്നെ ഗ്രീൻ കളറ് ഒരു ബണ്ട് പോലെ കൊടുത്തിട്ട് അതിൽ ഡോട്ട്സും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗർ ബീഡ്സും ലീവ്സും ഒക്കെ കൊടുത്ത് നമ്മൾ ആ ഒരു സ്ക്രീപ്പറിൻ്റെ ലൈൻസ് കൊടുത്തിട്ട് അവിടെ ഗോൾഡൻ ബോൾസും കൂടെ കൊടുത്തു കേട്ടോ. അത്യാവശ്യം വലിയ ബോൾസാണ്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. കാണുമ്പോൾ നമുക്ക് റെഡ് വെൽവെറ്റ് ആയിട്ട് തോന്നും അല്ലേ, എന്നാൽ ഉള്ളിൽ വൈറ്റ് ഫോറസ്റ്റ് ആണ്.